ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എങ്ങനെയാണ് അതിൻ്റെ ബാലൻസ് ഷീറ്റും അതേപോലെ തന്നെ SOP-യിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ശ്രീദേവി ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് വിത്ത് എ നോമിനൽ ക്യാപിറ്റൽ ഓഫ് ₹5 lakh ഡിവൈഡഡ് ഇൻറ്റു ഷെയർസ് ഓഫ് ₹100 ഈച്ച്. അപ്പോൾ ക്യാപിറ്റൽ 5 lakh ആണ്. ഒരു ഷെയറിൻ്റെ വില 100 രൂപയാണ്. അപ്പോൾ 50,000 ഷെയറാണ് ഉള്ളത്. ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട് 31 മാർച്ച് 2020-ലത്തെ ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയൊക്കെയാണ്. ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ബിൽഡിംഗ് ഉണ്ട്, മെഷീനറി, പർച്ചേസ് അഡ്ജസ്റ്റഡ് ആണ്, സാലറീസ്, ഡയറക്ടർ ഫീസ്, റെൻറ്റ്, ഡിപ്രീസിയേഷൻ, ബാഡ് ഡെറ്റ്സ്, ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, 12,000 ഷെയർസ് ഓഫ് എ ലിമിറ്റഡ് ഓഫ് ₹8 പെയ്ഡ് അപ്പോൾ 1,20,000 ഉണ്ട്, ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് ഉണ്ട്, ലൂസ് ടൂൾസ്, അഡ്വാൻസ് ടാക്സ്, സൺട്രി എക്സ്പെൻസ്, ഡെറ്റേഴ്സ്, ബാങ്ക്. ക്രെഡിറ്റിൽ വരുന്ന ഐറ്റംസ് സെയിൽസ് ഔട്ട്സ്റ്റാൻഡിങ്, പ്രൊവിഷൻ, സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, ഷെയർ ക്യാപിറ്റൽ, റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ക്രെഡിറ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിങ്ങും മെഷീനറിയും തന്നിട്ടുണ്ട്. 14% ഡിബെഞ്ചേഴ്സ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്, അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അൺക്ലെയിംഡ് ഡിവിഡൻറ്റ്. ഇത്രയും ഐറ്റംസ് ആണ് ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും തന്ന ഐറ്റംസ്. കൂടാതെ നമ്മളോട് കുറച്ച് ഇൻഫർമേഷൻ കൂടി തന്നിട്ടുണ്ട്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിംഗ് 31 മാർച്ച് 2020 ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് ദ ഡേറ്റ് ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ ഫോളോയിങ് ഇൻഫർമേഷൻ. താഴെ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ കൂടി പരിഗണിച്ചുകൊണ്ട് നമ്മളോട് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ ഫസ്റ്റിൽ പറഞ്ഞിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് മോർ ദാൻ ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ബൈ 80,000. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 80,000. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇതിനെക്കാട്ടിലും കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് തന്നെ ക്ലിയർ ആവും. ക്ലോസിംഗ് സ്റ്റോക്ക് 90,000 നമ്മുടെ ട്രയൽ ബാലൻസിൽ ഇവിടെ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് 80,000 ഉണ്ട്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കാണ് കൂടുതൽ. പ്രൊവൈഡ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് 4% ഓൺ ഡെറ്റേഴ്സ് ഉണ്ട്. പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് 50% ഉണ്ട്. ഡിപ്രീസിയേഷനിൽ 8,000 ബിൽഡിങ്ങിൻ്റെയും 12,000 മെഷീനറിയുടെയാണ്. ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ഡിവിഡൻഡ് 25% ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2000 SOP-യിൽ ഉണ്ടാക്കാം. അതിൻ്റെ ഫോർമാറ്റ് ഇവിടെ പെർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ, എമൗണ്ട് കോൾ, അങ്ങനെ 3 ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റവന്യൂ ആണ്, പിന്നെ എക്സ്പെൻസ് ആണ്. അതെല്ലാവർക്കും ക്ലിയർ ആയിരിക്കുമല്ലോ. ഫോർമാറ്റൊക്കെ ഇതിന് മുന്നത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് റവന്യൂ കിട്ടുന്ന ഓപ്പറേഷൻ റവന്യൂ കിട്ടുന്നത്? ആദ്യം വരുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ 5,20,000, അതായത് നമ്മുടെ സെയിൽസ്, അതാണ് ഉദ്ദേശിച്ചത്. 5,20,000. ഇനി മറ്റുള്ള ഇൻകംസ് ഏത് നോക്കാം. അതർ ഇൻകം, മറ്റുള്ള ഇൻകം എത്ര? 12,000 വരുന്നുണ്ട്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണുള്ളത്, അത് 12,000 വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് ആകെ കിട്ടിയിരിക്കുന്ന റവന്യൂ എന്ന് പറയുന്നത് 5,32,000 ആണ്. അപ്പോൾ നമ്മുടെ ട്രയൽ ബാലൻസിലുള്ള ഈ 2 ഐറ്റംസാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ സെയിൽസ് 5,20,000, ഏറ്റവും ഫസ്റ്റ് വണ്ണിൽ വരുന്ന സെയിൽസ്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 12,000. ഇത് രണ്ടുമാണ് നമുക്ക് എന്തുള്ളത് ഇതിലുള്ള റവന്യൂ ആയിട്ട് കാണിക്കാൻ പറ്റിയ ഐറ്റംസ് ഉള്ളൂ. അപ്പം 5,32,000 കിട്ടി. ഇനി എക്സ്പെൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എക്സ്പെൻസുകൾ വന്നിരിക്കുന്നത് നമ്മൾ പർച്ചേസ് ചെയ്ത് 2,10,000 അഡ്ജസ്റ്റഡ് പർച്ചേസ് ഉണ്ട്, പ്ലസ് 90,000 മൈനസ് 10,000 ആണ് പറയുന്നത്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും. അപ്പോൾ 2,10,000 പർച്ചേസ് അഡ്ജസ്റ്റഡ് ആണ്, പിന്നെ വന്ന ക്ലോസിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ അത് മൈനസ് അതിന്ന് ആ ഡിഫറൻസ് ലെസ് ചെയ്യാം. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഓപ്പണിംഗ് സ്റ്റോക്ക് 80,000 ക്ലോസിംഗ് സ്റ്റോക്ക് 90 എന്ന് പറയുമ്പോൾ ആ ഒരു ഡിഫറൻസും കൂടി നമുക്ക് മൈനസ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് 2,90,000 കിട്ടി. പിന്നെ ചേഞ്ചസ് ഇൻ ഇൻവെൻറ്ററി എന്ന് പറയുന്നുണ്ട്. ചേഞ്ചസ് ഇൻ ഇൻവെൻറ്ററി എന്ന് പറയുമ്പം ആ സ്റ്റോക്കിൽ വരുന്ന വേരിയേഷൻസ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000 ക്ലോസിംഗ് സ്റ്റോക്ക് 90,000. അപ്പോൾ ആ വരുന്ന ഡിഫറൻസ് ആണ് 80,000 എന്ന് പറഞ്ഞ സ്റ്റോക്കിൽ വരുന്ന വ്യത്യാസം. എംപ്ലോയിയുടെ ബെനിഫിറ്റ് എക്സ്പെൻസ് വരുന്നുണ്ട്, ഫിനാൻസ് കോസ്റ്റ് ഉണ്ട്, ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷൻ എക്സ്പെൻസുകൾ വന്നിട്ടുണ്ട്, അതർ എക്സ്പെൻസ് ഒരു 62,000 വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് 3,80,000 വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 5,32,000 നിന്ന് 3,80,000 ലെസ് ചെയ്യുമ്പോൾ
നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 1,52,000 എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റവന്യൂവിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എക്സ്പെൻസുകൾ ലെസ് ചെയ്യുമ്പോൾ 1,52,000 കിട്ടിയിട്ടുണ്ട്. ആ 1,52,000ൻ്റെ 50% നമ്മളോട് ടാക്സ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി 76,000 രൂപയും കൂടി നമ്മളവിടെ കണ്ടു. അതും കൂടി കുറച്ചതിന് ശേഷം അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് എത്ര വന്നത്? 76,000 ആണ് വന്നത്. ഈ 76,000ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏർണിംഗ് പെർ ഷെയർ കാണേണ്ടത്. ഏർണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 76,000 നമുക്ക് 2,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇക്വിറ്റി ഷെയർസിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആ 2,000 കൂടിയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് 76,000 ഡിവൈഡ് ബൈ 2,000 ചെയ്യുമ്പം ഏർണിംഗ് പെർ ഷെയർ 38. ഒരു ഷെയർ ഹെൽഡ് ചെയ്ത ആൾക്ക് 38 രൂപ പ്രകാരമാണ് എന്ത് വരുന്നത്? ഇതിൽ വരുന്ന ഒരു ഷെയറിൻ്റെ മുകളിൽ കിട്ടുന്ന ഏർണിങ്സ്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്? നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി ഇതിലെടുക്കേണ്ട ഐറ്റംസ് ഓൾറെഡി നമ്മൾ ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ട് മുന്നേ എന്തൊക്കെ വരും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആ രീതിയിൽ തന്നെ ഇവിടെ പറയാൻ കാരണം. അപ്പോൾ ആദ്യം നമ്മൾ റവന്യൂ കണ്ടു, അത് സെയിൽസും ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റുമാണ്. പിന്നെ വരുന്ന എക്സ്പെൻസിന്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലത്തെല്ലാം ക്ലിയർ ആക്കാനാണ് നമുക്ക് നോട്ട്സ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നോട്ട് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾ ഈ നോട്ട് കൊടുക്കുമ്പോൾ ഓരോ ഐറ്റത്തിനും നമ്പർ ഇട്ട് പോവുക. കാരണം ഈ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് ഇത് വന്നതെന്ന് കാണിക്കുക. നോട്ട്സ് ടു അക്കൗണ്ട്സ് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുക. അപ്പോൾ നോട്ട് നമ്പർ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തു. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ പറയുകയാണെങ്കിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ നോട്ട് നമ്പർ 1 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഏതിനാണ്? നമ്പർ 1. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എങ്ങനെയാണ് വന്നത്? സെയിൽ ഓഫ് പ്രൊഡക്ട്സ് 5,20,000. അങ്ങനെ ഓരോന്നിൻ്റെ ഇവിടെ പറയുന്നുണ്ട്. അതർ ഇൻകം, ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാമത്തെ ഇൻകം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു 12,000. അപ്പോൾ നമുക്ക് ടോട്ടൽ അങ്ങനെ 5,32 കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞു. ഇനി നമ്മൾ എക്സ്പെൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പർച്ചേസസ് അല്ലേ, പർച്ചേസസ് 2,10,000 പ്ലസ് 90,000 മൈനസ് 10,000 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മളോട് ഇവിടെ കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് മോർ ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ബൈ 80,000. 80,000 രൂപയാണ് ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ കൂടി നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 10,000 രൂപ. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കറിയാം 90,000 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് സ്റ്റോക്ക് 90,000 എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻ ട്രേഡ് 10,000 ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻ ട്രേഡ് 90,000 ആണ്. അപ്പോൾ അതിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുമ്പോൾ എത്രയും 80,000 ആണ് ആ ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഐറ്റാണ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസുകൾ. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് പറഞ്ഞാൽ അവരുടെ ബെനിഫിറ്റിന് വേണ്ടി കൊടുക്കുന്നത് നമുക്കറിയാം. ഏതാണ്? സാലറി ആണ്. സാലറി 60,000. ഇവിടെ ശ്രദ്ധിക്കുക, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് മുമ്പ് കൊടുത്തിരിക്കുന്നത് 60,000 എവിടെ നിന്ന് വന്നാണ്? നമുക്ക് സാലറീസ് നിന്ന് വന്നിരിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് ആ സാലറി എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാലറി 60,000. ഇതാണ് എംപ്ലോയി ബെനിഫിറ്റ് സ്കീമിലേക്ക് വരുന്നത്. ഇനി അടുത്തായിട്ട് ഫിനാൻസ് കോസ്റ്റ് ആണ്. ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര രൂപയാണ് പോയിരിക്കുന്നത്? 28,000 ആണ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ആയിട്ട് പോയിരിക്കുന്നത്. അത് നമുക്കിവിടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 28,000. അതാണ് നമ്മുടെ വേറൊരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്. അപ്പോൾ നമുക്ക് SOPL ചെയ്യുമ്പോൾ ഓരോ ഹെഡിങ്ങിലും എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് പഠിച്ച് വെക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ കിട്ടുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് അത് എടുത്തെഴുതാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? ഇതുണ്ട് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. Depreciation expense includes depreciation of 8,000 on building and that of 12,000 on machinery. അപ്പോൾ അത് ആ ഡിപ്രീസിയേഷൻ ഇവിടെ കാണിക്കുക. എത്രയാണ്? ബിൽഡിങ്ങിന് 8,000 ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി 12,000. അങ്ങനെ 20,000 അവിടെ വന്നിട്ടുണ്ട്. ആ ഡിപ്രീസിയേഷനാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള ആ ഒരു 20,000 എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അതർ എക്സ്പെൻസുകളാണ്. അതർ എക്സ്പെൻസസ് പറഞ്ഞിട്ട് ഒരു 62,000 വന്നിട്ടുണ്ട്.
ആ എക്സ്പെൻസുകൾ എവിടെ നിന്ന് വന്നതാണെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് അടുത്ത നോട്ട് നമ്പർ 7 എന്ന് പറഞ്ഞിട്ടാണ് ഓരോന്ന്. അതാണ് ഈ നോട്ട് കൊടുക്കുന്നതിൻ്റെ പ്രത്യേകത. കാരണം നമുക്ക് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? ഡയറക്ടറുടെ ഫീസ്, ഡയറക്ടേഴ്സ് ഫീസ് 10,000, റെൻറ്റ് വന്നിട്ടുണ്ട് 26,000. അതെല്ലാം ഇവിടെ തന്നിരിക്കുന്ന ചിലവുകളാണ്. ഡയറക്ടേഴ്സ് ഫീസ്, റെൻറ്റ്, അതേപോലെ തന്നെ ബാഡറ്റ്സ് 6,000, പ്രൊവിഷൻ ഫോർ ബാഡറ്റ്, പ്രൊവിഷൻ ഫോർ ബാഡറ്റ്സ് നമുക്ക് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 4% ഓൺ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. പ്രൊവൈഡ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് 4% ഓൺ ഡെറ്റേഴ്സ്. അപ്പോൾ ഇവിടെ 5,000 ആണ് ഓൾറെഡി പ്രൊവിഷൻ. എത്രയുള്ളത്? 5,000 ഉണ്ട്. ആ ഒരു 5,000 ബാഡറ്റ് ഇതവിടെ നമുക്കറിയാം. പ്രൊവിഷൻ ഓൺ ബാഡറ്റ് 1/4/19 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 3,000 ഉള്ളത്. അപ്പോൾ ഡെറ്റേഴ്സിൻ്റെ മുകളിൽ 4% കാണുമ്പോൾ ഇത് 5,000 ആണ്. ആ 5,000 മൈനസ് പഴയത് 3,000 ലെസ് ചെയ്യുമ്പോൾ 2,000. പിന്നെ മിസലേനിയസ് എക്സ്പെൻസ് വന്നിട്ട് ഒരു 18,000 ഇവിടെ തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ സൺട്രി എക്സ്പെൻസ് പറഞ്ഞിട്ട് 18,000 ഉണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് കൂടി ആഡ് ചെയ്യുമ്പോഴാണ് മറ്റുള്ള എക്സ്പെൻസുകൾ കിട്ടുന്നത്. അതെല്ലാം കൂടി 62,000 വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ എന്തായി കാണിച്ചിരിക്കുന്നത്? ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ 62,000. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രകാരം കിട്ടിയിരിക്കുന്ന എല്ലാ ഐറ്റംസും ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കാം, നമ്മളിവിടെ പറഞ്ഞിരിക്കുക ഈ കാര്യങ്ങൾ. ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞു. ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 4 ഡെറ്റേഴ്സിൻ്റെ മുകളിൽ പ്രൊവിഷൻ ഇൻകം ടാക്സ് 50% അവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ ഡിപ്രീസിയേഷൻ കാണിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമുക്ക് എന്ത് കിട്ടിയത്? നെറ്റ് പ്രോഫിറ്റ്. ആ ടോട്ടൽ റവന്യൂ ടോട്ടൽ എക്സ്പെൻസും തമ്മിലുള്ള ഡിഫറൻസ് നമ്മളെടുത്തു. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയപ്പം 1,52,000 ആണ് കിട്ടിയത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? ടാക്സ് കൊടുക്കുക. അത് 50% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1,52,000ൻ്റെ പകുതി നമ്മൾ ടാക്സ് കൊടുത്തു. ബാക്കി പകുതിയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരുന്നത്. ഈ പ്രോഫിറ്റാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അതിൽ 76,000 ബൈ 2,000 ആണ് വരുന്നത്. 2,000 ഷെയർസിൻ്റെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഡിവൈഡ് ബൈ 2,000 എന്ന് പറയുമ്പോൾ 38 ആണ്. ഒരു ഷെയറിൻ്റെ മുകളിൽ വരുന്ന ലാഭം എന്ന് പറയുന്നത് 38 ആണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഷെയർ ക്യാപിറ്റൽ 2,000 അറിയില്ലെങ്കിൽ ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എന്താണ് ഷെയർ ക്യാപിറ്റൽ? 2 ലാക്ക് പറഞ്ഞാൽ ഒരു ഷെയറിൻ്റെ വില 100 രൂപയാണ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ 100 രൂപയാണെങ്കിൽ നമുക്കിവിടെ എത്ര ഷെയർ കിട്ടും? ഈ 2 ലാക്ക് ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ 2,000 ഇക്വിറ്റി ഷെയർ ആണ് കിട്ടുക. അതുകൊണ്ടാണ് 2,000 ഇക്വിറ്റി ഷെയർ ഓരോരുത്തരായിട്ട് പല നമ്പറിൽ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോ നമ്പർ ഷെയർ ഹെൽഡ് ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ 10 ഷെയർ എടുത്തിട്ടുണ്ടാവും, 20 ഷെയർ എടുത്തിട്ടുണ്ടാവും. ആ ഓരോ ഷെയർ എടുത്ത ആൾക്കും ഒരു ഷെയറിൻ്റെ മുകളിൽ കിട്ടുന്ന ലാഭം 38 രൂപയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നോട്ട് അടക്കം ഇങ്ങനെയാണ് നിങ്ങളത് പരീക്ഷയ്ക്ക് കാണിക്കേണ്ടത്. നോട്ടിൻ്റെ ഫോർമാറ്റ് ഇതാണ്. പർട്ടിക്കുലേഴ്സ് കാണിക്കുക, അതിൻ്റെ എമൗണ്ടുകൾ കാണിക്കുക. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത് വെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് എക്സീഡ്സ് ക്ലോസിംഗ് സ്റ്റോക്സ്. നമ്മൾ പറഞ്ഞ ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ കൂടുതലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എങ്കിൽ ആ ഫിഗർ ഓഫ് ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് ബിക്കം പോസിറ്റീവ് ആയിരിക്കും. വെൻ ക്ലോസിംഗ് സ്റ്റോക്ക് എക്സീഡ്സ് ഓപ്പണിംഗ് സ്റ്റോക്സ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ അങ്ങനെയാണ് വന്നിരിക്കുക. ഇൻ ദിസ് കേസ് എക്സാമ്പിൾ നെഗറ്റീവായിട്ടാണ് കാണിച്ചിരിക്കുക. കാരണം ക്ലോസിംഗ് സ്റ്റോക്കാണ് കൂടുതൽ ഓപ്പണിംഗ് സ്റ്റോക്കിനെക്കാട്ടിലും. നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000ഉം ക്ലോസിംഗ് സ്റ്റോക്ക് 90,000 വരുന്നു. അപ്പോൾ ആ ഡിഫറൻസ് 80,000 ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് മൈനസ് ഫിഗർ ആയിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഇതിൻ്റെ ബേസിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ളത് എന്തൊക്കെയാണ്? ആദ്യം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എഴുതുക. അതിൽ ഇക്വിറ്റി എന്തൊക്കെയാണ് നോക്കുക? ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ നോട്ട് കൊടുത്തതിൻ്റെ ബാലൻസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏതുവരെ നോട്ട് കൊടുത്തത്? 7 വരെയാണ് കൊടുത്തത്. ഇനി 8 മുതലാണ് ബാലൻസ് ഷീറ്റിൻ്റെ നോട്ടുകൾ കൊടുക്കേണ്ടത്.
ആദ്യമായിട്ട് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയാണ്. അതിൽ ഇക്വിറ്റി എടുക്കുക. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? നോട്ട് 8 എന്ന് പറഞ്ഞിട്ട് 2 ലാക്ക് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതർ ഇക്വിറ്റി ആൻഡ് റിസർവ് 1,41,000 അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് പിന്നാലെ നോക്കാം. അപ്പോൾ ഇത്രയും പാർട്ടാണ് ഇക്വിറ്റി ആയിട്ട് കണക്കാക്കേണ്ടത്. ഇനി ലയബിലിറ്റീസ് ഏതൊക്കെയാണ് നോക്കുക. ലയബിലിറ്റി എടുക്കുമ്പോൾ ആദ്യം നോൺ കറണ്ട് ലയബിലിറ്റി എടുക്കുക. അപ്പോൾ അതിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് നമുക്ക് ലോങ് ടേം ലോൺ ഉണ്ട്, അത് 2 ലാക്ക്. പിന്നെ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് എടുക്കുക. അതിൽ ട്രേഡ് പേയബിൾസ് 92,000, അതർ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്, ഷോർട്ട് ടേം പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 7,30,000 കിട്ടിയിട്ടുണ്ട്. 7,30,000 ആണ് നമ്മുടെ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്നുള്ള പോർഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് അസറ്റാണ്. അസറ്റിലും ആദ്യം എടുക്കേണ്ടത് നോൺ കറണ്ട് അസറ്റാണ്. ലയബിലിറ്റിയിൽ നമ്മൾ ആദ്യം എടുത്തത് നോൺ കറണ്ട് ലയബിലിറ്റിയാണ്, പിന്നെ കറണ്ട് ലയബിലിറ്റി. അതേപോലെ അസറ്റ് എടുക്കുക. അസറ്റിൽ ആദ്യം എഴുതുന്നത് നോൺ കറണ്ട് അസറ്റുകളാണ്, അതായത് ഫിക്സഡ് ആയിട്ടുള്ള അസറ്റ്. അപ്പോൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് 2,85,000. പിന്നെ ഫിനാൻഷ്യൽ അസറ്റാണ് അടുത്ത് വരുന്നത്, അത് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 1,20,000 വരുന്നുണ്ട്. പിന്നെ കറണ്ട് അസറ്റുകൾ എടുക്കുക. അപ്പോൾ അതിൽ ഇൻവെൻട്രി വരുന്നുണ്ട് 1,13,000. ഫിനാൻഷ്യൽ അസറ്റുകളാണ് ട്രേഡ് റിസീവബിൾ, ക്യാഷ്, അതർ ഫിനാൻഷ്യൽ അസറ്റുകൾ. അതർ കറണ്ട് അസറ്റ്സ് 2,000 വന്നിട്ടുണ്ട്. ടോട്ടൽ 7,30,000 അപ്പോൾ അസറ്റും വന്നിട്ടുണ്ട്. കണ്ടിജന്റ് ലയബിലിറ്റീസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇനി കൊടുക്കേണ്ടതുള്ള 50,000 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് നമുക്ക് തന്ന ഐറ്റംസ് വെച്ച് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി ഇത് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ചെയ്യുന്ന സമയത്ത് തന്നെ ഒപ്പം തന്നെ നോട്ട്സും കൂടിയിട്ട് ഓപ്പൺ ചെയ്തിട്ട് എഴുതി തുടങ്ങുക. കാരണം ഈ നോട്ടിൽ, അതായത് ഫസ്റ്റ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമുക്ക് അറിയുന്നതാണ്, അതുകൊണ്ട് നമുക്കത് അങ്ങനെ എഴുതാൻ പറ്റും. ചിലത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ടോട്ടൽ ലയബിലിറ്റീസ് അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ നമുക്ക് കാണിക്കുമ്പോൾ എങ്ങനെ വന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്ത് കഴിഞ്ഞാലാണ് ആ എമൗണ്ട് ഇവിടെ എടുത്ത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം വരച്ചിടുക, ഒപ്പം തന്നെ നോട്ട്സിൻ്റെയും വരച്ചിടുക. എന്നിട്ട് ആദ്യത്തെ ഐറ്റം എടുക്കുക. ഇവിടെ എഴുതാൻ കിട്ടുന്ന ഡയറക്റ്റായിട്ട് നമുക്ക് എഴുതാൻ കിട്ടുന്നതെന്ന് വെച്ചാൽ അതങ്ങനെ എഴുതുക. അല്ല ആഡ് ചെയ്തിട്ട് എൻ്റെ കാൽക്കുലേഷൻ വരണമെങ്കിൽ നോട്ടിൽ കാണിച്ചിട്ട് ആ ടോട്ടൽ എമൗണ്ട് ബാലൻസ് ഷീറ്റിലേക്ക് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ആദ്യത്തെ ഐറ്റം, അതിൽ 5,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 100 ഈച്ച്. നമുക്ക് 5 ലാക്കാണ് ക്യാപിറ്റൽ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു. അതിൽ നമുക്ക് ഷെയർ ക്യാപിറ്റൽ എത്രയാണ് കണ്ടത്? 2 ലാക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് 2,000 ഷെയർ ആണെന്നുള്ളത് നമ്മൾ കണ്ടല്ലോ EPS കാണുന്ന സമയത്ത്. അപ്പോൾ അതങ്ങനെ തന്നെ എഴുതുക. അപ്പോൾ അതാണ് ആ ഷെയർ ക്യാപിറ്റൽ ഇവിടെ 2 ലാക്ക് വന്നിരിക്കുന്നത്. ഇനി അതർ ഇക്വിറ്റി റിസർവ്സ് ആൻഡ് സർപ്ലസ് നമുക്കിവിടെ ഒരു 1,41,000 തന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിൽ ജനറൽ റിസർവ് നമുക്കൊരു 40,000 വന്നിട്ടുണ്ട്. ജനറൽ റിസർവ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിരിക്കുന്ന 40,000 ആണ്. പിന്നെ നമുക്കിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്തപ്പോൾ ബാലൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ 25,000. അപ്പോൾ റിസർവ് ക്വസ്റ്റ്യനിൽ നോക്കുക. ഇവിടെ ക്വസ്റ്റ്യനിൽ 40,000, ഈ 40,000ഉം പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒരു 25,000ഉം സ്റ്റാർട്ടിങ്ങിലുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ബാലൻസ് ഷീറ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് എഴുതണം? ആ റിസർവ് അവിടെ എഴുതി, സർപ്ലസ് ഓർ ഡെഫിസിറ്റ് പറഞ്ഞിട്ട് ബിഗിനിങ്ങിലുള്ള പ്രോഫിറ്റ് എഴുതി, എന്നിട്ട് ആഡ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ. ഈ വർഷം കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് അത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തല്ലോ, ടാക്സും കൂടി കൊടുത്തതിന് ശേഷം വരുന്ന നമ്മുടെ പ്രോഫിറ്റാണ് 76,000. ആ 76,000 കൂടിയിട്ട് ഇവിടെ ആഡ് ചെയ്യാം. അപ്പം ബിഗിനിങ്ങിലെ പ്രോഫിറ്റും എൻഡിങ്ങിലെ പ്രോഫിറ്റും വന്നു. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ജനറൽ റിസർവ് ഒരു 40,000. അപ്പോൾ ടോട്ടൽ 1,01,000. ഇതാണ് നമുക്കിവിടെ കിട്ടിയത്. ഈ 1,01,000ഉം ഈ 40,000 ആയിട്ടുള്ള റിസർവും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് 1,41,000 ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന 1,04,000. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിത് ആദ്യം ഈ ഒരു ഫോർമാറ്റിൽ എഴുതി തുടങ്ങുക. അപ്പോൾ അതർ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് നോട്ട് നമ്പർ 9 എന്ന് കൊടുക്കുക. ഈ 1,41,000 കിട്ടണമെങ്കിൽ നമ്മൾ ഒപ്പം എന്തും കൂടി പ്രിപ്പയർ ചെയ്യണം, ഈ നോട്ടും കൂടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ ഈ ലാസ്റ്റ് കിട്ടുന്ന എമൗണ്ടുകൾ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് കാണിക്കുക. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ടോട്ടൽ 1,41,000 കിട്ടി. ഇനി ലോങ് ടേം ബോറോയിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 14% ഡിബഞ്ചേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ നോൺ കറണ്ട് ലയബിലിറ്റി, അതായത് ഫിക്സഡ് ലയബിലിറ്റി അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റി ബോറോയിങ് 2 ലാക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 ലാക്ക് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്ന 14% ഡിബഞ്ചേഴ്സാണ്. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നെയാണ് 14% ഡിബഞ്ചേഴ്സ് 2 ലാക്ക്. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ട്രേഡ് പേയബിൾസ് പറഞ്ഞാൽ ട്രേഡ് ക്രെഡിറ്റേഴ്സാണ് 92,000. അത് ഡയറക്റ്റ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ്
ട്രേഡ് ക്രെഡിറ്റേഴ്സ് 92,000. ആ ക്രെഡിറ്റേഴ്സാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ അതർ കറണ്ട് ലയബിലിറ്റീസ്. അതർ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഒരു ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. 92,000 ക്രെഡിറ്റേഴ്സ്, പിന്നെ ഒരു 21,000ഉം 76,000ഉം. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് നോക്കാം. പ്രൊവിഷൻ ഫോർ കറണ്ട് ടാക്സ്, ഇപ്പം നമ്മൾ അടച്ചിരിക്കുന്ന പ്രൊവിഷനാണ് 76,000. ഇപ്പം നമ്മൾ SOPL പ്രിപ്പയർ ചെയ്തപ്പം അവിടെ എത്ര ശതമാനം ടാക്സ് കൊടുത്തു? കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റിൻ്റെ 50% ടാക്സ് കൊടുത്താൽ ആ ടാക്സാണ് 76,000 എന്ന് പറയുന്നത്. ഇനി കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ബട്ട് നോട്ട് ഡ്യൂ പറഞ്ഞൊരു 14,000ഉം, കൊടുക്കാത്തൊരു ഡിവിഡൻഡ് 5,000 വന്നിട്ടുണ്ട്. പിന്നെ സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് 2,000ഉം വന്നിട്ടുണ്ട്. അപ്പോൾ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു അക്രൂഡ് ബട്ട് നോട്ട് ഒരു 14,000. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ബട്ട് നോട്ട് ഡ്യൂ 14,000. പിന്നെ അൺക്ലെയിംഡ് ഡിവിഡൻഡ് ഒരു 5,000 പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാലറി ഔട്ട്സ്റ്റാൻഡിങ് 2,000ഉം. ഇതൊക്കെയാണ് നമ്മുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിവിടെ കാണിച്ചിട്ടുണ്ട് 21,000. പിന്നെ പ്രൊവിഷനാണ് ടാക്സിൻ്റെ 76,000. പിന്നെ ഡിപ്രീസിയേഷൻ കാണിച്ചിട്ടുണ്ട്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. അതിൽ ബിൽഡിങ് 2,90,000 ആണ്. അതിൽ ഡിപ്രീസിയേഷൻ അക്യൂമുലേറ്റ് ചെയ്തിരിക്കുന്നത് 50,000 ആണ് ഡിപ്രീസിയേഷൻ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതാ ബിൽഡിങ്ങിൻ്റെ 50, മെഷീനറിയുടെ 55ഉം. ബിൽഡിംഗ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 2,90,000 ആണ്. ആ 2,90,000 അതുപോലെ മെഷീനറി 1,00,000 ആണ്. ആ രണ്ടെന്നുമാണ് ഇത് ലെസ് ചെയ്തിട്ട് ഈ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ ബിൽഡിംഗ് ഇപ്പോൾ 2,40,000 ഉണ്ട്, മെഷീനറി ഇപ്പോൾ 45 ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി വരുമ്പോൾ 2,85,000 ആണ് നമുക്ക് ആകുള്ളത്. അപ്പോൾ അതാണ് പ്രോപ്പർട്ടിയിൽ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് 2,85,000. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ ഹെഡിങ് എഴുതിയിട്ട് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി ആൻഡ് പ്ലാന്റ് എക്യുപ്മെൻറ്റ് നോട്ട് നമ്പർ 14 എന്ന് കൊടുത്തിട്ട് ഇവിടെ എഴുതേണ്ട എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒപ്പം തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്ത് പോവാം. അപ്പോഴാണ് ഈ എമൗണ്ട് ഇവിടെ എഴുതാൻ പറ്റുള്ളൂ. 2,85,000. അടുത്തത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നോൺ കറണ്ട് ആണ്. 1,200 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ 1,200 ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് ഇവിടെ തന്നിരിക്കുന്നത് 100 രൂപ പ്രകാരം 1,20,000 ആണ്. പിന്നെ ഇൻവെൻട്രീസ് ആണ് അടുത്ത്. സ്റ്റോക്ക് ഇൻ ട്രേഡ്, അതായത് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണത് 90,000. പിന്നെ ലൂസ് ടൂൾസ് 23,000. ലൂസ് ടൂൾസ് 23,000. അപ്പോൾ നമുക്കങ്ങനെ 1,13,000 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 1,13,000 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻവെൻട്രി ആയിട്ട് പറയാനുള്ളത്. പിന്നെ അടുത്തത് നമുക്ക് അസറ്റിൽ ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഓരോ എമൗണ്ടുകളും അവിടെ പറയുന്നത്. ട്രേഡ് റിസീവബിൾസ് 1,20,000 ആണ്. പിന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻ്റ് 30,000. അഡ്വാൻസ് ടാക്സ് 60,000. ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 2,000. കറണ്ട് അസറ്റിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് അക്രൂ ചെയ്തിരിക്കുന്നത് 2,000 ആണ്. അപ്പോൾ അതെല്ലാം നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 2,000. ലൂസ് ടൂൾസിൻ്റെ ഇവിടെ തന്നിട്ടുണ്ട്. എക്സ്പെൻസ് ഡെറ്റേഴ്സ് 1,25,000. ക്യാഷ് ബാങ്ക് 30,000. അങ്ങനെയുള്ള ഓരോ ഐറ്റംസ് നമ്മൾ അസറ്റിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 30,000ഉം 1,20,000 ഡെറ്റേഴ്സും. ടോട്ടൽ ഡെറ്റേഴ്സ് 1,20,000 അവിടെ. ടോട്ടൽ ഡെറ്റേഴ്സ് 1,25,000 ആണ്. 1,25,000 ആണ് വരുന്നത്. അതിൽ നമ്മൾ 5% ഡൗട്ട്ഫുൾ ഡെറ്റായിട്ട് മാറ്റുന്നുണ്ട്. അതിൻ്റെ 4% ഇവിടെ ഡൗട്ട്ഫുൾ ഡെറ്റായിട്ട് മാറ്റുന്നുണ്ട്. ഈ ഡൗട്ട്ഫുൾ ഡെറ്റ് ഇതുണ്ട് 4% ഓൺ ഡെറ്റേഴ്സ് പറഞ്ഞിട്ട്. അപ്പോൾ 1,25,000 4% ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ബാഡ് ഡെറ്റായിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഇവിടെ 5,000 വന്നിട്ടുണ്ടല്ലോ. ആ 5,000 ഓൾഡ് പ്രൊവിഷൻ ഉള്ളത് 3,000. അത് ലെസ് ചെയ്തിട്ടാണ് 2,000. അപ്പോൾ നമുക്കിവിടെ മൊത്തം ഈ കണ്ടുപിടിച്ചിരുന്ന 5,000 1,25,000 5,000 കുറച്ചിട്ട് ഇപ്പോൾ ഇവിടെ ട്രേഡ് ക്രെഡിറ്റേഴ്സ് എത്രയുള്ളൂ? 1,20,000 ഉള്ളൂ.
അതർ കറണ്ട് അസറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി കണ്ടിജന്റ് ലയബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻ്റ് ആണുള്ളത്. കണ്ടിജന്റ് ലയബിലിറ്റി കമ്മിറ്റഡ് ആയിരിക്കുന്നത് ഡിവിഡൻഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് കമ്മിറ്റഡ് ആയിട്ട് നമുക്ക് കാണിക്കുന്നത്. ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ഡിവിഡൻഡ് അറ്റ് 25%. അപ്പോൾ ഇവിടെ ക്ലിയർ ആണ്. നമുക്ക് എന്തുണ്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് 2 lakh ആണ് നമുക്കുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതിൻ്റെ 25% അത് 50,000 സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുക. ഡിവിഡൻഡ് കൊടുക്കാമെന്ന് പറഞ്ഞതാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് കണ്ടിജന്റ് ലയബിലിറ്റീസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ട് നമ്മളിവിടെ ഒരു 50,000 ഒരു 21ാമത്തെ നോട്ടായി കാണിച്ചത് 50,000 കിട്ടിയിരിക്കുന്നതാണിത്. 2,25,000 50,000. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കാണാനുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക, കോമൺ ആയിട്ട് ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഇക്വിറ്റി എഴുതി, ലയബിലിറ്റി എഴുതി, അതിൽ തന്നെ നോൺ കറണ്ടും കറണ്ട് ലയബിലിറ്റി, ഈ ഐറ്റംസ് എല്ലാം പഠിക്കണം. അസറ്റ് എഴുതി, നോൺ കറണ്ട് അസറ്റ്, പിന്നെ കറണ്ട് അസറ്റ്. അപ്പോൾ ഇത് രണ്ടും എല്ലാം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നമ്മൾ ലയബിലിറ്റി പോർഷൻ 7,30,000 അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ലയബിലിറ്റി എല്ലാം അസറ്റ് സൈഡിൽ 7,30,000. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് ഇവിടെ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്ന റൈറ്റാണ് എന്തെങ്കിലും കമ്മിറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ കണ്ടിജന്റ് ലയബിലിറ്റി ഇനി അത് എക്സ്ട്രാ ആയിട്ട് നമ്മളിവിടെ കൊടുക്കണം. ആഡ് ചെയ്ത് കാണിക്കേണ്ട, ജസ്റ്റ് എക്സ്ട്രാ ആയിട്ട് ഇവിടെ കാണിക്കുക. അതിൻ്റെ അപ്പോൾ ഇതിൻ്റെ എല്ലാം കാൽക്കുലേഷൻസ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ആ ഒരു പർച്ചേസ് എങ്ങനെയാണ് വന്നത് എന്നുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ നമുക്കറിയാം ക്ലോസിംഗ് സ്റ്റോക്ക് 90 ആണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് 80,000 അധികമാണ് ക്ലോസിംഗ് സ്റ്റോക്കിനേക്കാൾ എന്ന് പറയുമ്പോൾ അവിടെ എത്ര 10,000 ആണ് വരിക. അപ്പോൾ പർച്ചേസസ് പറഞ്ഞാൽ അഡ്ജസ്റ്റഡ് പർച്ചേസ് എത്ര നമുക്ക് 2,10,000 ഉണ്ടായിരുന്നു, പ്ലസ് 90 ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്, മൈനസ് ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, അപ്പോൾ 2,90,000 വന്നു. പിന്നെ നെറ്റ് പ്രോഫിറ്റിൻ്റെ നമ്മൾ കിട്ടിയിരിക്കുന്ന റവന്യൂന്ന് എക്സ്പെൻസ് ലെസ് ചെയ്ത് കിട്ടുമ്പോൾ പ്രോഫിറ്റ് കിട്ടി, അതിൻ്റെ 50% ടാക്സിന് വേണ്ടി കൊടുത്തത്. ആ കാൽക്കുലേഷനെല്ലാം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ സാലറി ഔട്ട്സ്റ്റാൻഡിങ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, ഇൻട്രസ്റ്റ് അക്രൂഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹാവ് ബീൻ അഡ്ജസ്റ്റഡ് ഇൻ ദ ബുക്സ് ബിഫോർ പ്രിപ്പയറിംഗ് ദ ട്രയൽ ബാലൻസ്. ദാറ്റ് ഇസ് വൈ ദീസ് അപ്പിയർ ഇൻ ദ ട്രയൽ ബാലൻസ്. ഹെൻസ് ദി ഐറ്റംസ് അപ്പിയർ ഓൺലി ഇൻ വൺ പ്ലേസ്. ഈ ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റം എല്ലാം ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിലാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൺസിഡർ ചെയ്തതാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു പ്ലേസിൽ മാത്രം കാണിച്ചാൽ മതി. അതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റിലും ഇത് മൊത്തത്തിലെടുത്തത്, ലയബിലിറ്റിയിലൊക്കെ ആയിട്ട്. പിന്നെ പ്രപ്പോസ്ഡ് ഡിവിഡൻ്റാണ് കമ്മിറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് കാണിച്ചത്. പിന്നെ നത്തിങ് ഹാസ് ബീൻ പ്രോഫിറ്റ് ടു ജനറൽ റിസർവിലേക്ക് ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. പിന്നെ കോളം ഫോർ പ്രീവിയസ് ഇയർ ഫിഗേഴ്സ് ഹാവ് നോട്ട് ബീൻ ഗിവൺ. കഴിഞ്ഞ വർഷത്തെ ഐറ്റംസ് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു ഫൈനൽ അക്കൗണ്ട് എങ്ങനെയാണ് ഈ ഫോർമാറ്റിൽ ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസും അതേപോലെ ബാലൻസ് ഷീറ്റിൻ്റെയും ഫോർമാറ്റ് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഓരോ ഹെഡിങ്ങിലും വരേണ്ട ഐറ്റംസ് എന്താണെന്ന് പഠിക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്നുള്ളത് നോക്കുക. ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റായി തന്നത് ഏതാണ്? അഡ്ജസ്റ്റ്മെൻറ്റുകൾ എപ്പോഴും 2 ഭാഗത്ത് കാണിക്കാൻ നിർബന്ധമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. താഴെ തരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് എപ്പോഴും 2 ഭാഗങ്ങളിൽ കാണിക്കാൻ മറക്കരുത്. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായാൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.